ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ്സിലെ കുട്ടികൾക്ക്, ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ത് ജോലി തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആകെ ഒരു കൺഫ്യൂഷനാണ്. അത് കൂടുതലും അവരുടെ കുഴപ്പം കൊണ്ടല്ല, പേരൻസിൻ്റെ കുഴപ്പം കൊണ്ടാണ്. സോ പറ്റുമെങ്കിൽ ഇത് പേരൻസിന് ഷെയർ ചെയ്യാം. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഏതിൻ്റെയെങ്കിലുമൊക്കെ കൂടെ ഇതങ്ങോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ടോപ്പ് ക്ലാസ്, റിച്ച് ക്ലാസ്, ഞാനൊരു ക്ലാസ് ഡിവൈഡ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, സമൂഹത്തിൽ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ആ രീതിയിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ റിച്ച് ക്ലാസ് ആണെങ്കിൽ ഒരു 16, 17, 18 ആകുമ്പോഴത്തേക്ക് തന്നെ അവർക്കറിയാം അവരുടെ പേരൻസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യണം, അവർ ആ വഴി അങ്ങ് പോകും. അത് ഓൾറെഡി ദേ ഹാവ് ഡിസൈഡഡ്. അവർക്കതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർ, ലൈക്ക് പുവർ ക്ലാസ്, ലോവർ ഇൻകം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം, അവർക്ക് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. അവർ ദിവസം 2-3 ജോലി ചെയ്യും. രാവിലെ ചിലപ്പോൾ പത്രം ഇടാൻ പോകും, പിന്നെ ഓട്ടോ ഓടിക്കാൻ പോകും, പിന്നെ ചിലപ്പം വണ്ടി ഓടിക്കാനോ ഊബർ ഓല അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏത് ടൈപ്പ് ഓഫ് ജോലിയാണെങ്കിലും അവർക്കതൊരു ഇഷ്യൂ അല്ല. അവരതിന് പോകും, 2-3 ജോലി ചെയ്യും, പൈസ ഉണ്ടാക്കും. ബട്ട് മിഡിൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആകെ കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അതിൻ്റെ മെയിൻ പ്രശ്നം ഈ പേരൻസിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ്. അതായത് പേരൻസ് പറയും എന്ത് ജോലി പറഞ്ഞാലും അവർക്കതിൽ കുറ്റമാണ്. അവർ രാഷ്ട്രീയക്കാർ മുഴുവൻ പഠിച്ച കള്ളന്മാരാണ്, ആ ഒരു ഏരിയയിലേ നീ പോകരുത് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പേരൻസിൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്നത്. പിന്നെ രാഷ്ട്രീയക്കാർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സർക്കാർ എന്ന് പറയുന്നതേ മുഴുവൻ അഴിമതിയാണ്, അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരെല്ലാവരും കള്ളന്മാരാണ്, എല്ലാ അഴിമതിക്കാരാണ്, കറപ്ഷനാണ്, ഒന്നിനും കൊള്ളാത്തതാണ്, എന്ത് ഒരു പറഞ്ഞാലും ഒരു പണിയും ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ പറയുമെങ്കിലും അറ്റ് ദ സെയിം ടൈം അവർക്ക് സർക്കാർ ജോലി വേണം എന്തായാലും. അവർക്കിഷ്ടം സർക്കാർ ജോലിയാണ്. ബട്ട് സർക്കാരിനെ ഒരു സൈഡിൽ നിന്ന് കുറ്റവും പറയും, സർക്കാർ ജോലിക്കാരെയും കുറ്റം പറയും. അടുത്തത് ബിസിനസ്സിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചാലോ, അദാനി അംബാനി എല്ലാവന്മാരും കള്ളപ്പണം വെളുപ്പിക്കുന്നു, അവൻ ഭയങ്കരമായി ചെയ്യുന്നു, നാടിനെ പറ്റിക്കുന്നു, ഇത് എല്ലാം ഒരു സൈഡിൽ കൂടെ പറയും. ഒരു ബിസിനസ്മാന്മാരും നല്ലതല്ല. പക്ഷേ ഈ ബിസിനസ്മാന്മാരുടെ കമ്പനിയിലൊക്കെ നമ്മുടെ മക്കൾക്ക് ജോലി വേണം താൻ. ഇവിടെയും ഒരു ഇരട്ടത്താപ്പാണ്. അടുത്തത് കച്ചവടക്കാർ. ഓക്കെ, താണ്ടേ ഒരു ബുക്ക്, ഒരു നോട്ട് ബുക്കിന് എന്താ ഇപ്പോൾ വില? ആകെ ഒരു 30 രൂപയ്ക്ക് കൊടുക്കേണ്ട സാധനമാണ് അവൻ 50-60 രൂപയ്ക്ക് വിൽക്കുന്നത്. മുഴുവൻ കള്ളന്മാരാണ്, കച്ചവടക്കാരെല്ലാവരും കള്ളന്മാരാണ്. പിന്നെ എങ്ങനെ നമ്മുടെ മക്കളതിൽ പോകും? അടുത്തത് പിന്നെ ലോയേഴ്സ്. അവരുടെ കാര്യം പണ്ടേ അറിയാമല്ലോ, എല്ലാ വക്കീലന്മാരും കള്ളത്തരം പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അതാണ് ജുഡീഷ്യറിൽ നെപ്പോട്ടിസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിനെയും ഒരുമാതിരി സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അടുത്തത് സിനിമ ഫീൽഡ് എന്ന് പറയുന്നതേ മോശമാണ്. അതിലൊരിക്കലും പോകാൻ പാടില്ല, പെൺകുട്ടികൾ പ്രത്യേകിച്ച്. അവിടെ മൊറാലിറ്റി പ്രശ്നങ്ങളുണ്ട്, പിന്നെ നെപ്പോട്ടിസമുണ്ട്. അവരുടെ മക്കൾക്ക് ഫേവറബിളാണ് ആ ഫീൽഡ്, ഹൈലി അസ്ഥിരമായിട്ടുള്ളൊരു സാധനമാണ്. അവിടെ പോകാനേ, ഡ്രഗ്സ് ഉണ്ട്, അതുണ്ട്, അവിടെ പോകാനേ പാടില്ല. അപ്പോൾ അതും പോയേ. അടുത്തത് പിന്നെ ഉണ്ട് ഡോക്ടേഴ്സിനെ കുറിച്ചും പറയാൻ ഇനി ബാക്കിയൊന്നും കാണത്തില്ല. അതും പല ഡോക്ടേഴ്സ് മോശമായിട്ടുണ്ട്. ബട്ട് അതും കുറച്ച് ഡോക്ടേഴ്സ് പിന്നെ ജോലിക്ക് പോകണ്ടെന്ന് പറയത്തില്ല, MBBS എഴുതാനും പഠിക്കാനും പറയും, ബട്ട് ഡോക്ടേഴ്സിനെ കുറ്റവും പറയും. പിന്നെ അടുത്തത് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ തന്നെ അതിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ടാവണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നെക്സ്റ്റ് യൂട്യൂബേഴ്സ് അവരൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതൊരു പ്രൊഫഷനാണോ? അങ്ങനെയൊക്കെ ഒരു ജോലി ഉണ്ടോ? ഇപ്പോൾ ചില കുട്ടികൾ അങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിനെ ഒരു ജോലിയായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു ഫീൽഡിൽ പണം സമ്പാദിക്കാൻ പറ്റുമെന്നോ ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ പറ്റുമെന്നോ ഡിജിറ്റൽ ആയിട്ടുള്ള എന്ത് കാര്യത്തിലും അവർക്ക് സപ്പോർട്ടിങ് ഇല്ല, അവരതിനൊക്കെ എതിരാണ്. പിന്നെ അറിയാമല്ലോ, അതായത് അച്ഛനോ അമ്മയോ അമ്മാവനോ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഇതുപോലെ ഗവൺമെൻറ് സെക്ടറിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാ ദിവസവും പറയുന്നത് ഇത് ഭയങ്കര മോശമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് കുട്ടികൾ പിന്നെ അതിലേക്ക് പോകും? നിർബന്ധിച്ചാൽ പോലും പിന്നെ അവർ പോകത്തില്ല. പിന്നെ ഉള്ളത് നിങ്ങൾക്കറിയാം, സ്പിരിച്വാലിറ്റിയിൽ മുഴുവൻ കള്ളസ്വാമിമാരാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും അത് മുഴുവൻ പോക്കാണ്. അങ്ങനെ അതിൽ പറ്റില്ല. പിന്നെ അസ്ട്രോളജി എന്ന് പറയുന്നത് മുഴുവൻ അന്ധവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അതിനൊരിക്കലും പോകരുത്.
അപ്പോൾ ഇങ്ങനെ ഏത് ഫീൽഡ് എടുത്താലും അടുത്ത 2-3 ഫീൽഡ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്, അയ്യോ അവരെന്തുമാത്രം പൈസയാണ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ കള്ളത്തരമാണ്, ഇതൊക്കെ നേരെചൊവ്വ മാർഗത്തിലാണോ, ഇത്രയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇത്രയൊക്കെ പൈസ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ, അത് ഇത്രയൊക്കെ ആണോ ഒരു ഫ്ലാറ്റിൻ്റെ വില എന്നൊക്കെ പറഞ്ഞ് അവരെയും താറടിച്ച് കാണിച്ചിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ത്യയിൽ ആകെപ്പാടെ ഇവർക്ക് നല്ലതായിട്ട് തോന്നുന്ന ഒരു കാര്യത്തിനും ഇവരെ പോസിറ്റീവായിട്ട് പറയുന്നില്ല, അതിനെല്ലാം നെഗറ്റിവിറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് കേൾക്കുമ്പോൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. കാരണം ഒരു സൈഡിൽ കൂടെ കുറ്റം പറയുന്നപ്പോൾ അവരുദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു സൈഡിൽ കൂടെ പറഞ്ഞെങ്കിലും നിനക്ക് ഇതിലൊക്കെ ഏതെങ്കിലും ജോലി കിട്ടാമെന്ന് അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ കുട്ടികൾ വളരെ യങ്ങാണ്, അവർ നല്ല നീവാണ്, അവർ ഭയങ്കര നിഷ്കളങ്കരാണ്. അപ്പോൾ അവർക്ക് ഇത് രണ്ടും കൂടെ കേൾക്കുമ്പോൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. ഞാനിതിന് പോകണോ വേണ്ടയോ. അച്ഛനമ്മമാർക്ക് സമ്മതമല്ലാത്താൽ അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷനിൽ പോകാൻ കുട്ടികൾക്കൊരു വൈമുഖ്യം കാണും. പക്ഷേ ഈ താഴത്തെ തട്ടിലുള്ള ജോലിയെക്കുറിച്ചൊന്നും ഇവരൊന്നും പറയുന്നില്ല. അതായത് ഡ്രെയിനേജ് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യത്തിന് ഇപ്പം ഓട്ടോ ഓടിക്കൽ അതിനൊക്കെ നമ്മുടെ കുട്ടികൾ പോകത്തുമില്ലല്ലോ, അതിനെക്കുറിച്ച് ഇവർക്ക് കുറ്റമില്ല. അപ്പോൾ ആകെപ്പാടെ ഇന്ത്യയിലാണെങ്കിൽ ജോലി അല്ലെങ്കിൽ ജോലിക്കാരൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും ജോലിക്കാരൻ. അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സെർവൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുമോ? നാച്ചുറലായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ എല്ലാ ജോലിയും ഈക്വലാണ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ജോലിക്കാരനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് നമ്മൾ ഏത് ജോലിയിൽ പോയാലും ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ വലിയ റെസ്പെക്റ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാശ് കിട്ടുന്നുണ്ടോ, മാന്യമായ ജോലിയാണോ ചെയ്യുക, റെസ്പെക്റ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജോലി ചെയ്യുന്നത്, കാശിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ആകെ റെസ്പെക്റ്റ് കിട്ടുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സൈന്യത്തിൽ. സൈന്യത്തിലാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാ ഇന്ത്യക്കാരനും അവരെ സൈന്യത്തിലുള്ള ആരെ കണ്ടാലും ഒരു ബഹുമാനമുണ്ട്, നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എല്ലാവർക്കും അതിൽ ചാൻസ് കിട്ടുമോ? അതിൽ വളരെ കുറവ് ചാൻസേ ഉള്ളൂ. പലർക്കും പോകാൻ ഉള്ള ശാരീരിക ക്ഷമതയോ അല്ലെങ്കിൽ എക്സാമൊക്കെ പാസ്സാവണം. ഇപ്പോൾ അഗ്നിവീർ ഉണ്ട്, എന്നാൽ പോലും അതിലും ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വളരെ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഇന്ത്യൻ ആർമിയിലോ നേവിയിലോ ഒക്കെ നമുക്ക് പോസ്റ്റിംഗ് കിട്ടത്തുള്ളൂ. ഹയർ ഒഫീഷ്യൽ ആണെങ്കിലും അല്ലാത്ത അഗ്നിവീർ ആണെങ്കിലും ഒക്കെ അതിന് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഉള്ളത് കൃഷിക്കാരാണ്. അപ്പോൾ ആരെങ്കിലും കൃഷിക്കാരനാകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ ഇങ്ങനെ പേരൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേർ പിന്നെ എന്ത് ചെയ്യും? പിന്നെ അവർക്കുള്ള ആകെപ്പാടൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനിൽ പോകുക എന്നുള്ളതാണ്. അവരങ്ങ് ചെയ്യുന്നു. അങ്ങനെയാണ് പകുതി കുട്ടികളും ഇവിടെ ചെയ്യാൻ പറ്റുന്ന അവിടെ പോയിട്ട് ഇവിടുത്തെ ലോവർ ക്ലാസ് ചെയ്യുന്ന ജോലി അവിടെ പോയി ചെയ്യുവാണ്. ഇവിടെ ഏതെങ്കിലും പിള്ളേർക്ക് പാത്രം കഴുകുകയോ തൂത്തുവാരോ ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ? അത് അവനവൻ്റെ വീട്ടിൽ പോലും ചെയ്യാത്ത ആൾക്കാരാണ് അവിടെ പോയി മറ്റുള്ളവരുടെയും കൂടെ ചെയ്തു കൊടുക്കുന്നത്. അതായത് നമ്മൾ ലോവർ ക്ലാസ് ഉള്ള ആൾക്കാർ ഇവിടെ ചെയ്യുന്ന ജോലിയാണ് അവിടെ പോയി ഈ മിഡിൽ ക്ലാസ് അവിടെ പോയി ചെയ്യുന്നത്. അപ്പോൾ അത് അവനവൻ്റെ വീട്ടിൽ തന്നെ ചെയ്താൽ മതി. പേരൻസ് ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് നിർത്തുക. ഇന്ത്യയിലും ഒരുപാട് നമ്മൾ തന്നെ ഇറങ്ങിക്കാണും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേരൻസിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പറയാനൊന്നും നിൽക്കേണ്ട. നിങ്ങൾ ഈ പറഞ്ഞ ഏത് ഫീൽഡിലാണെങ്കിലും എല്ലാ ഫീൽഡിലും ഇതിനെ നെഗറ്റീവായിട്ട് ഉള്ള ആൾക്കാരുണ്ട്. ഇതിനെയൊക്കെ മോശമാക്കി നടക്കുന്ന ആൾക്കാർ എല്ലാ ഫീൽഡിലും. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നല്ല ആൾക്കാരില്ലേ? അതിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സർവൻസും 1% വളരെ വലിയ ശതമാനം ആൾക്കാരും വളരെ നല്ല ആൾക്കാരാണ്. ബട്ട് കുറച്ച് മൈനോറിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫിലിം ഫീൽഡ് എടുത്ത് ഏത് ഫീൽഡ് എടുത്താലും ഈ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുമുണ്ട്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങോട്ട് നമുക്ക് പോകണമെന്ന്. നമ്മൾ എല്ലാത്തിലും നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ നമ്മളെ റെസ്പെക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു ജോലിയിലും അങ്ങനെ ഒരു പ്രതീക്ഷയോടെ പോകാതിരിക്കുക. കാരണം റെസ്പെക്റ്റ് അല്ല നമുക്ക് വേണ്ടത്, പണം ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ പോകുന്ന ആൾക്കാർ, വെളിയിൽ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുന്ന 5% ആൾക്കാരൊക്കെ നല്ലതായിട്ട് പഠിച്ച് അവർക്ക് അവിടെ ഓൾറെഡി വീടും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്ത് നല്ല ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പോകട്ടെ, അവർ പോയി പൈസ ഉണ്ടാക്കട്ടെ, തിരിച്ചു വരട്ടെ. ബാക്കിയുള്ള 95% കുട്ടികളും അവിടെ പോയിട്ട് ഈ പണികളൊക്കെയാണ് സ്റ്റാർട്ടിങ് ലെവലിൽ ചെയ്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ചെയ്യാമല്ലോ. ഇതിനൊക്കെ ഇവിടെ നമുക്ക് ആൾക്കാരെയും കിട്ടും. വളരെ കുറഞ്ഞ. പിന്നെ ഉള്ളത് പർച്ചേസിങ് പവർ പാരിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 100 രൂപ എന്ന് പറയുന്നത് അവിടെയൊക്കെ ഉണ്ടാക്കുന്ന 250 രൂപയ്ക്ക് ഈക്വലാണ്. അതായത് ഇന്ത്യയിൽ നമുക്ക് 100 രൂപ കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാമോ അവിടെ അത് വാങ്ങണമെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ മാതിരി 2.25% കൂടുതൽ കൊടുക്കണം. അല്ലെങ്കിൽ 225. ഇവിടുത്തെ 100 രൂപയ്ക്ക് കണക്കാണ്, അവിടുത്തെ ഏകദേശം 225. അപ്പോൾ അത്രയും നമ്മളവിടെ ഉണ്ടാക്കിയാലും നമുക്ക് ഈ ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. നമ്മുടെ ക്ലൈമറ്റ് വളരെ നല്ല ക്ലൈമറ്റാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒന്നും ആർക്കും സ്വെറ്റർ പോലും ഇടേണ്ട ആവശ്യം വരുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ പോലും നമുക്ക് തണുക്കുന്നതെന്ന് പറയും. ബട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ സുഖകരമായി ജീവിക്കാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഉണ്ട്. കേരളത്തിലാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ.
വലിയ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഒന്നും ഇല്ല. പക്ഷേ വേറെ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ. അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ യങ്ങായിരിക്കുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആരെങ്കിലും കൂടെ ഷെയർ ചെയ്ത് ഒരു റൂമോ ഒക്കെ ഷെയർ ചെയ്ത് ഒരു വീട്ടിലൊക്കെ താമസിക്കാം. ബട്ട് ഒരു കല്യാണമൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ആൾ, നമ്മൾ ഇവിടെ നിന്ന് ഒരു കുട്ടിയാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അവിടെ കൊണ്ടുപോയി അവർക്ക് ജോലി കിട്ടുമോ, അവരതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമോ, അപ്പം നമുക്ക് അവിടെയൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവിടെയൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് പല കൺട്രീസിലും. അപ്പോൾ കുറച്ച് ചിലയിടത്ത് മാത്രം എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കും. അത് അവരുടെ സിറ്റിസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ടേക്സ് ടൈം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്നൊക്കെ നമുക്ക് ഒരു അർജൻറ്റ് കേസ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കൊന്നും അങ്ങനെയൊന്നും എടുക്കുകയൊന്നുമില്ല. അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കേസസൊക്കെ നമുക്ക് പിന്നെ കുട്ടികളെ നോക്കുക. അപ്പോൾ ഇതൊക്കെ വലിയ ഇഷ്യൂ ആണ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ. സ്റ്റാർട്ടിങ് നിങ്ങളെ ഒരു യങ് ഏജിൽ അവിടെ പോയി ആരെങ്കിലും കൂടെ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, നീറ്റ് ആൻഡ് ക്ലീനാണ്, നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ട് അവിടെ. പിന്നെ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അതിലൊന്നും വലിയ ഇന്ത്യയിൽ കാണിക്കുന്ന പോലെ ഇത്രമാത്രം ഒരു സദാചാര പ്രശ്നങ്ങളൊന്നും അവിടെ അധികമൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എൻജോയ്മെൻറ്റ് തോന്നുമെങ്കിലും ബട്ട് ഇങ്ങനെ ഒരു മാരേജൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു എമൗണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ, എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏത് ജോലി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇഷ്ടംമാതിരി വേക്കൻസീസ് ഇവിടെ ഉണ്ട്. പേരൻസിനെ കാണാം, പേരൻസിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പല കുട്ടികളെ കണ്ടിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റൊരു പോക്കാം. അപ്പം വീട്ടിൽ നമ്മൾ അത്യാവശ്യം ഇത്രയൊക്കെ വലുതായില്ലേ, ഇനി അവനവൻ്റെ ബെഡൊക്കെ ശരിയാക്കുക, അവനവൻ്റെ തുണികളൊന്ന് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുക, അങ്ങനെ വീട്ടുകാർക്ക് നമ്മുടെ തലവേദന ആവാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഒരു ബേസിക് സ്കിൽസ്, കുക്കിംഗ് സ്കിൽസൊക്കെ ഒന്ന് പഠിക്കുക. അത്യാവശ്യം ഒരു ചോറ് വയ്ക്കാനോ ഒരു കൂട്ടാനും ഒരു മോര് കറിയോ അല്ലെങ്കിൽ നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു ചിക്കനോ മീനോ ഒക്കെ ഒന്ന് വെക്കാൻ ഒക്കെ ഒന്ന് പഠിച്ച് വെക്കാം. ആണായാലും പെണ്ണായാലും ഇതൊക്കെ എപ്പോഴും ആവശ്യമാണ്. നമുക്ക് എന്നും പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുമോ? ചിലപ്പോൾ വയറ് കേടാവും, ചിലപ്പോൾ പൈസ പ്രശ്നമാകും, അല്ലെങ്കിൽ ഒരു ഇതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും വള്ളിയിൽ പോയി ഇത് വലിച്ചുവാരി കഴിക്കാതെ 5-6 ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് കുക്ക് ചെയ്ത് വീട്ടിൽ തന്നെ എൻജോയ് ചെയ്യാമല്ലോ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികളൊക്കെ പുറത്ത് ഇപ്പോൾ ബാംഗ്ലൂർ എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു വീടെടുത്ത് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. വീട്ടിൽ വരാൻ പറ്റിയില്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ അവർക്ക് അവിടെ തന്നെ അങ്ങ് എൻജോയ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക് സ്കിൽസ് പഠിക്കുക. ഇന്ത്യയിൽ തന്നെ നല്ല നല്ല ജോലികൾ കിട്ടുക. പുറത്ത് നല്ലൊരു രീതിയിൽ നമുക്ക് പുറത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ പൊയ്ക്കോളും, കുഴപ്പമില്ല. കാരണം നല്ല വീട്, എല്ലാ ഫെസിലിറ്റീസും ഇവർ തന്നെ തരുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാത്തപ്പം ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഫോറിനിൽ പോകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പിള്ളേർ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇത് പേരൻസിനെ എങ്ങനെയെങ്കിലും എത്തിച്ചാൽ കൊള്ളാം. ഇവരിങ്ങനെ പറയുന്നത് കൊണ്ടാണ് കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അത് അവർ പറയാതിരിക്കട്ടെ, അവരും അതിന് നല്ല കാര്യങ്ങളും കൂടെ ചിന്തിക്കട്ടെ. അല്ലെങ്കിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇതിന് പോകണം, പക്ഷേ ഇത്ര എന്തുകൊണ്ടാണ് അവരങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കാം. അപ്പം നമ്മളത് കേട്ട് അല്ലെങ്കിൽ കുട്ടികളത് കേട്ട് അങ്ങനെ ഡിപ്രസ്ഡ് ആവാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാതിരിക്കുക. എല്ലാ ഫീൽഡിലും ഇതുപോലെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമുണ്ട്. സോ നിങ്ങളെങ്ങനെയാവണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഈ ജോലികളെല്ലാം ആവശ്യമാണ്, അല്ലേ? രാഷ്ട്രീയക്കാരെ നമുക്ക് വേണ്ടേ? ഗവൺമെൻറ് ജോലിക്കാരെ വേണ്ടേ? ഗവൺമെൻറ്റിൻ്റെ പോളിസീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർ വേണ്ടേ? അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും ഡോക്ടേഴ്സ് ഇവിടെ എല്ലാം ആവശ്യക്കാരാണ്. ഇവിടെയുള്ള എല്ലാ ആസ്ട്രോളജേഴ്സിനെ ആവശ്യമുണ്ട്, ഈവൻ എല്ലാ ആൾക്കാരും നമുക്ക് സ്പിരിച്വാലിറ്റി ആവശ്യമുണ്ട്. എല്ലാം കൂടെ ചേർന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഏത് ഫീൽഡിൽ പോകണം, ഏതാണ് നമുക്ക് നല്ലത് നമ്മൾ ചൂസ് ചെയ്യുക, ഇവിടെ തന്നെ വർക്ക് ചെയ്യുക. പിന്നെ പോകാൻ ചാൻസ് കിട്ടുന്നവർ പുറത്ത് പോകട്ടെ, പുറത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോകാം, കാണാൻ വേണ്ടി പോകാം. ബട്ട് അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ്സ് പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു, നമസ്കാരം.